ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു കിഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈദിനും പാർട്ടികളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്. ക്യാരറ്റ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് അതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് പാൽ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കാരണം പുഡിങ്ങിന് ചെറിയ ലൈറ്റായിട്ടൊരു ഓറഞ്ച് കളറ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് 10 ഗ്രാം ചൈന ഗ്രാസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് 5 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചൈന ഗ്രാസ് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ചൈന ഗ്രാസ് കയ്യിലില്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോർ, ഒരു 6-7 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് പാലിൽ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ പുഡിംഗ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൈന ഗ്രാസോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 1/2 കപ്പ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അപ്പുറത്ത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ പാല് ഏകദേശം തിളച്ച് വരാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് കയ്യിലില്ലയെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും. അല്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടി നല്ല കട്ടിക്ക് മിക്സ് ആക്കിയിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്താൽ ഏകദേശം മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് ചൈന ഗ്രാസ് നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ക്യാരറ്റ് പാല് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ചൈന ഗ്രാസ് പീസൊക്കെ അതിലുണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മെൽറ്റായി കിട്ടിയിട്ടുള്ള ചൈന ഗ്രാസ് ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൽ കിടന്നിട്ട് തന്നെ ചൈന ഗ്രാസ് സെറ്റായിട്ട് പോവും. അപ്പോൾ ആ ഒരു ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വനില എസൻസിന് പകരമായിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് സെർവിങ് പ്ലേറ്റിൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയ സമയത്ത് ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് താഴ്ഭാഗത്തൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചേർത്തിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്കും താഴ്ഭാഗത്ത് കുറച്ച് കൂടുതൽ ക്യാരറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ചൂടോട് കൂടിയുള്ള പാലിൻ്റെയും ക്യാരറ്റിൻ്റെയും ആ ഒരു മിക്സ് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിന് മുകളിലായി വന്നിട്ടുള്ള ചെറിയ ചെറിയ ബബിൾസ് ഒന്ന് പൊട്ടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് കോരി ഒഴിവാക്കി കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് പുഡിങ് സെറ്റായി വരുന്ന സമയത്ത് മുകൾ ഭാഗം ഒരു കറക്റ്റ് ഫിനിഷിങ് ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് അടച്ച് വെച്ച് 4 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു 4-5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും. നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യുന്ന സമയത്ത് റോസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.